ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാ, ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് പച്ചരിയാണ്. അതൊരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരി എടുത്താലും മതി. എന്നിട്ട് അതൊന്ന് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഇടത്തരം ഇഞ്ചിയുടെ ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ട് കുത്തിയിട്ട് അത് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ആ ഉലുവയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഈ കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ കുക്കറിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ അടിച്ചെടുത്തോളൂ, എന്നാലേ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെന്തതിന് ശേഷം നോക്കാം കേട്ടോ. ഇത് നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദേ കണ്ടില്ലേ, നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ദിവസമൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ വേവിച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോഴേക്കും തേങ്ങ അരച്ച് ചേർക്കാറാണ് പതിവ്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും വേണ്ട, നമുക്കിതിൻ്റെ പകുതി മതിയാകും. അപ്പം ഞാനിത് കുറച്ചൊന്ന് മാറ്റിക്കോട്ടെ. ഈ ഒരു കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ക്ഷീണവും മറക്കും. ഞങ്ങളുടെ അത്താഴ സ്പെഷ്യൽ ഇതാണ്. ഇവിടെ ഞങ്ങൾക്ക് കുട്ടികൾക്കും എല്ലാവരും കഴിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം. അതിനകത്തേക്ക് ഒരിത്തിരി നല്ല ജീരകവും അതുപോലെ തന്നെ 2 സ്പൂൺ നമ്മുടെ പച്ചമല്ലിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പിഴിഞ്ഞ് പാലൊഴിച്ചാലും മതി. അപ്പോൾ ഇതേ ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കണം. അതൊക്കെ ഓരോരുത്തരുടെ കണക്കനുസരിച്ചാണ്, അത് ഞാൻ പറയണില്ല. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി നല്ല നെയ്യിൽ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നെയ്യുടെയും ഉള്ളിയുടെയും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാടൻ നമ്മുടെ എന്താ പറയണ നമ്മുടെ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്കൊന്ന് എന്താ പറയണ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പലതരത്തിൽ നമുക്ക് കഴിക്കാം, ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എന്നാലും ഞാൻ മിക്കപ്പോഴും കുറച്ച് കറി എന്തെങ്കിലും വെച്ചിട്ടാണ് കഴിക്കാറ്. മത്തനും പയറൊക്കെ ഉടച്ചത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനകത്തേക്ക് മത്തനും പയറൊന്നും ഉടച്ചിട്ടില്ല. കുറച്ച് നമ്മുടെ ചേന ഫ്രൈയില്ലേ, അതാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഇതിനകത്തേക്ക് അച്ചാറോ നമ്മൾ എന്താണോ കറിയായിട്ടിരിക്കുന്നത് അതുകൂടെ കൂട്ടി കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.